ഹലോ. അപ്പോഴേ വൈകുന്നേരം കടകൂട്ടിയതിന് ശേഷം വീട്ടിൽ വന്ന് പിന്നെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര മടി. ഇവിടെ ചേട്ടായിക്കാണെങ്കിൽ എന്നോട് പറയും കടയിൽ നിന്ന് നീ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ നിൽക്കരുത്, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തന്നാൽ മതി. കാരണം എപ്പോൾ ഒക്കെ രാവിലെ ഉച്ചക്കും കടയിൽ നിന്ന് പിന്നെ രാത്രിയും കടയിൽ നിന്ന് വേണ്ടാലോ എന്ന് ഓർത്തിട്ട് രാത്രി നമ്മൾ വീട്ടിൽ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി വെക്കോട്ടെ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്ത് ഒരു ഗ്ലാസ് റേഷനരി എടുത്ത് വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ കറിവേപ്പില എന്താ ഇട്ടാന്ന് അറിയാമോ? അതിൽ നിർത്ത് മാറ്റിയത് ഇപ്പോൾ കണ്ടില്ലായിരുന്നോ? ചെള്ളൊക്കെ കയറാണ്ടിരിക്കാനായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഇതൊന്ന് കഴുകി വാരി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു 3 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രി ഉണ്ടാക്കണ പണി എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചെടുത്ത് ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു സവാള കുനുകുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ആ സവാളയുടെ ഒരു പച്ച ചുവയില്ലേ ഇതിൽ കിട്ടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ അധികം ഒന്നും ചേർക്കണ്ട. ലേശം മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ, മുട്ട ട്രെയിൽ നിന്ന് 2-3 മുട്ട അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ മുട്ട ചിക്കൻ്റെ വിധമൊക്കെ. അപ്പോൾ ഇതേപോലെയൊക്കെ ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വന്ന സമയത്ത് ഞാനെന്ത് ഇതിലേക്ക് ഗ്രേറ്റ് വെച്ചിരിക്കണം ആ ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫുൾ ക്യാരറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുത്തേക്കണം. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ആ ഊറ്റി വെച്ചിരിക്കുന്ന അരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അരി കുറേ ഉണ്ടെങ്കിലല്ലേ കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പും അതേപോലെ ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കാൻ പോണത്. അപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കണ കേക്ക് പുട്ടുപൊടി അതേപോലെ പൊൻകതിർ പുട്ടുപൊടിയില്ലേ, ഒരു റവ പോലെ ഇരിക്കില്ലേ, തരി പോലെ, അതേപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. കണ്ടാതെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നില്ലേ നമ്മുടെ വീട്ടിൽ റേഷനരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചോറ് മാത്രം വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കാം. വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റില്ലേ അതും കൂടി ഒരു പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുട്ട് നമുക്ക് പുട്ട് കാണാനൊക്കെ ചെയ്യാം. പക്ഷേ എന്ന് വെച്ചാൽ ചിരട്ടയാണ് കിടക്കണം. തേങ്ങേൻ്റെ ചിരട്ട കുറേ കിടപ്പുണ്ട്. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മൾ ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കാൻ പോണത്. പിന്നെയാണെങ്കിൽ പുറകിൽ നിന്ന് കുത്തണ പുട്ടാണ് എപ്പോഴും കഴിക്കണത്. ചിരട്ടപ്പുട്ടൊക്കെ വല്ലപ്പോഴല്ലേ കഴിക്കുള്ളൂ. അത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല ചിരട്ടയിലേക്ക് കുറച്ചിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ടിട്ട് വെറൈറ്റി പുട്ടുണ്ടാക്കി വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനപ്പോൾ കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 4 ചിരട്ടയാണ് ഇപ്പോൾ എടുത്തേക്കണത്. 4 ചിരട്ടയിൽ പുട്ടുണ്ടാക്കിയാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോണത്. കണ്ട ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിത്തട്ടിലേക്ക് ഇറക്കി വെച്ച ചിരട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മലന്നൊന്നും പോകുകയൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെയാണെങ്കിൽ ഇത് ഭയങ്കര എളുപ്പവുമാണ്. കാരണം കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഓരോ കണയിൽ പുട്ടുണ്ടാക്കിയിട്ട് ഓരോ പ്രാവശ്യം കുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നാണെങ്കിൽ ആവി കയറി എടുക്കുകയും ചെയ്യും നമുക്ക്. അപ്പം ഞാനിത് കുറച്ച് നേരം ആവി കയറ്റിയിട്ട് വരാട്ടോ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് മുട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി നല്ല കട്ടൻ ചായയോടുകൂടി അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി പുട്ടുപൊടിയൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റേഷനരിയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ കുറച്ച് നേരം കുതിർത്തതിന് ശേഷം ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുട്ട്. ഈ മുട്ടയ്ക്ക് പകരം നമ്മുടെ വീട്ടിൽ വല്ല ബീഫ് കറിയോ അല്ലെ ചിക്കൻ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പിച്ചയൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ടും നമുക്ക് ഇതേപോലത്തെ പുട്ടുണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയും കൂട്ടാനെ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക് യു.